ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നൊരു നല്ല മധുരമുള്ള നവാബി ഷമായി എന്ന് പറഞ്ഞ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നല്ല മധുരമുള്ള ഒരു സ്വീറ്റ്, നല്ല മധുരമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇത് വെർമിസെല്ലിയും കസ്റ്റാർഡ് പൗഡറും ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ ഇത് നമുക്ക് തണുപ്പിച്ചോ ചെറു ചൂടോടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാത്രം ഒന്ന് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബട്ടർ ഒന്ന് നല്ലപോലെ ഉരുകി നല്ല ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിയും 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ കുറച്ചേ വെക്കാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ബട്ടറിനകത്ത് നല്ലപോലെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല മുന്തിരി നല്ല വീർത്തും അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗൺ നിറവും ആവുന്നിടം വരെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ലപോലെ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 300 ഗ്രാം വെർമിസില്ലി, നമ്മുടെ പായസമൊക്കെ ഉണ്ടാക്കുന്ന വെർമിസില്ലി ഇല്ലേ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം. ഇത് വറുത്ത വെർമിസില്ലി ആണെങ്കിലും വറുക്കാത്ത ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ നെയ്ക്കകത്തിട്ട് ഇങ്ങനെ, ഈ ബട്ടറിനകത്തിട്ട് ഇങ്ങനെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം. അതുപോലെ തന്നെ ഇത് നീളമുള്ള വെർമിസില്ലി ആയിരുന്നു. ഞാനിത് ഒടിച്ചെടുത്തതാണ്, പൊടിയായിട്ട് ഒടിച്ചെടുത്തതാണ്. പല 2-3 സൈസിലുള്ള വെർമിസില്ലി ഉണ്ടല്ലോ, നമുക്ക് കിട്ടുമല്ലോ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇച്ചിരി ഒന്ന് നമ്മളിനി ഇത് വേറെ വേവിക്കുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി ഒന്ന് ഇതൊന്ന് മൂത്ത് വരണം നല്ലപോലെ. ഒരു 10 മിനിറ്റ് ആണ് നമുക്ക് ഈ ബട്ടറിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. കാരണം പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് അലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിച്ച് ചേർക്കുന്നത്. മറ്റേ നമ്മൾ പൊടിക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര അലിയാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അലിഞ്ഞ് വരുമ്പം തന്നെ കുറെ നല്ല വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ വെർമിസില്ലി എല്ലാം വെള്ളം കുടിക്കും. അങ്ങനെയല്ല ഇത് വേണ്ടത്. വെർമിസില്ലി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ പൊടിയും മറ്റേ നമ്മുടെ പാൽപ്പൊടിയും എല്ലാം കൂടെ കൂടി എല്ലാ ഭാഗത്തോട്ടും വെർമിസില്ലിയുടെ എല്ലാ ഭാഗത്തോട്ടും നല്ല എത്തി നല്ല മിക്സ് ആയിട്ട് ഇത് വരണം. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ തന്നെ. പഞ്ചസാരയുടെ അളവ് കൂടി പോകരുത്. പഞ്ചസാരയുടെ അളവ് കൂടിയാൽ ഭയങ്കര മധുരമായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുകയല്ല. പഞ്ചസാരയുടെ മധുരം തന്നെ മുന്നിട്ട് നിൽക്കും. അപ്പൊ ഇതിവിടെ നല്ലപോലെ മിക്സ് ആയി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ 500 ml ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാലൊന്ന് നല്ലപോലെ ചൂടായി വരണം. ഇവിടെ പാൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ വീണ്ടും എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പം അലിഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. ഒന്നുകൂടി പറയാം, 5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ കൂടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ട് ഈ പാലിന്റെ കൂട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് നമുക്ക് തീ കുറച്ച് വെച്ചതൊന്ന് കുറുക്കിയെടുക്കണം. പാൽപ്പൊടിയും കസ്റ്റാർഡ് പൗഡറും നമ്മൾ പാലിലേക്ക് നേരിട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ട്, അതിപ്പം വെള്ളം നമുക്ക് എന്തും വേണ്ടും വേണോ അതനുസരിച്ച് ചേർക്കാം. 1/2 ലിറ്റർ ഇത്ര എടുത്തുള്ളതുകൊണ്ട് 5 ടേബിൾ സ്പൂണിന് 1/2 കപ്പ് വെള്ളം മതിയാവും. ഇച്ചിരി ലൂസായിട്ടിരിക്കണം, കുറുകിയിരിക്കരുത്. കാരണം നമ്മൾ ഈ പാലിലേക്ക് ഇടുമ്പം തന്നെ ഇത് കുറുകും, നല്ലപോലെ കുറുകി വരികയും ചെയ്യും. ആ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കണ്ടല്ലേ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറുകി വരുന്നത്. നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡറിന് പകരം റവയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർക്കാം. ഏത് ചേർത്താലും ഇങ്ങനെ നല്ലപോലെ കുറുകി വരും. ഇത് കണ്ടില്ലേ, ഈ രീതിയാണ് നമുക്ക് വേണ്ടത്. ഇത് അത് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയാണ് നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൂട്ടെന്ന് പറയുന്നത്. ഒരു പാത്രം, ഇതുപോലുള്ള ഒരു കട്ടിയുള്ള ഗ്ലാസിന്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ചതുരത്തിലോ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെർമിസില്ലിയുടെ കൂട്ട് ഇങ്ങനെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആ ഫില്ലിങ്ങില് നമ്മൾ കസ്റ്റാർഡ് പൗഡറും പാലും ഒക്കെ വെച്ചുണ്ടാക്കി ആ കസ്റ്റാർഡ് പൗഡർ ഒന്ന് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്
അതായത് അതിൽ മൊത്തം ഇങ്ങനെ മൂടാൻ പാകത്തിന് ഇതേ രീതിയിൽ ഇങ്ങനെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഒഴിച്ച് നല്ല ലെവലാക്കി എടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ആ വെർമിസെല്ലിയുടെ കൂട്ടും കൂടെ കൂടിയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയും കണ്ടിപ്പരിപ്പും ഒക്കെ ഇതിൽ കിടക്കുന്നതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും അതിലും രസമാണ്. ഇനി നമുക്ക് വീണ്ടും കുറച്ച് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് തണുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, തണുക്കാതെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, ചെറു ചൂടിന് വേണമെങ്കിൽ കഴിക്കാം. കാരണം എങ്ങനെ കഴിച്ചാലും ഇത് ടേസ്റ്റ് ആണ്. ഇതിപ്പോ ഞാൻ ആ വെർമിസെല്ലിയുടെ കൂട്ടൊന്ന് തണുപ്പിച്ചായിരുന്നു, പക്ഷെ അതിന്റെ ഫില്ലിങ് തണുത്തിട്ടില്ല, അത് ചൂടിന് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടെ കൂടിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ചത് ചെറുതായിട്ട്, ഒരുപാട് ഇടണ്ട, നേരത്തെ ഇട്ട അത്ര ഇടണ്ട, ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. നമ്മൾ തവി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ താഴെ പോകും. അതായത് ഈ കസ്റ്റാർഡ് പൗഡറിന്റെ ആ ഫില്ലിംഗ് ഒന്ന് മൂടത്തക്ക രീതിയിലൊന്ന് നമുക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളി നവാബി ഷമായിയുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ, ഇതുവരെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും, അതുപോലെ തന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്ത ദിവസം വേറൊരു അടിപൊളി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.